വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ സോജൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നീ ഇതുവരെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് എന്താ പറയുക പേഴ്സണലി വാട്സപ്പിലായാലും എഫ് ബിയിലായാലും മെസ്സേജ് ചോദിക്കാറുണ്ട്. അവിടെ നീ ഈ വീഡിയോ ചെയ്യുന്നത് എവിടെ വെച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുള്ള് പച്ചപ്പാണല്ലോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വേറെ എങ്ങുമല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നീ കാണാൻ പറ്റും ഫുള്ള് പച്ചപ്പും മരങ്ങളും. ഇതിലും ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ 2 മരങ്ങളൊക്കെ കൊടുത്ത് ഫുള്ള് പച്ചപ്പും കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഐറ്റമാണ്, ഒരു ട്രൈപോഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ ഒക്കെ വെച്ചോണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ഒരു ട്രൈപോഡ് ബുക്ക് ചെയ്ത്, അപ്പോൾ കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റിൽ നമുക്ക് എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സിനൊക്കെ ഒരു ബഡ്ജറ്റ് ഇതിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ട്രൈപോഡാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തൊരു 5 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഐറ്റം നമുക്കിവിടെ എത്തി. അപ്പോൾ ഫാസ്റ്റ് ഡെലിവറി ഒക്കെയാണ് അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെത്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് കീറി പൊളിച്ചിൻ്റെ അകത്ത് എന്താ ഉള്ളത്. ഫ്ലിപ്കാർട്ട് അവർ ഇത് സാധനമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ളത്. എന്താ പറയുക കുഴപ്പമില്ല, ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ സേഫ് ആയിട്ടാണ് പാക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഇതിൻ്റെ മെയിൻ കവർ കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഐറ്റം ഇരിക്കുന്നത്. അപ്പോൾ ഇത് മക്കളെ അപ്പം ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേരാണല്ലോ ട്രൈപോഡ് 3110 മെയ്ഡ് ഇൻ ചൈന. ചൈനയുടെ ഐറ്റമാണ് ഇത്. നമ്മളത് ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പം കുഴപ്പമില്ല, ഐറ്റം അല്ല ചൈനയുടെ ഐറ്റമാണ്. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് 3 വേ പഞ്ചർ. അപ്പോൾ എന്താ പറയുക പല ആംഗിളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 4 സെക്ഷൻ ലെഗ് ആണുള്ളത്. പിന്നെ ക്വിക്ക് ലിവർ ലോക്ക്. അപ്പം എന്താ പറയുക നമ്മുടെ ഈ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റം അത് അടിപൊളിയാണ്. പിന്നെ റബ്ബർ ലെഗ് ടിപ്പ്, നമ്മുടെ കാലിൻ്റെ അടി റബ്ബറിൻ്റെ ആ ഒരു ബുഷുണ്ട്. അപ്പം എന്തായാലും സംഭവം കൊള്ളാം. അപ്പം ഇതിൻ്റെ കമ്പനി ഇതാണ് ട്രൈപോഡ് 3110. അപ്പം ഇതാണ് അതിൻ്റെ ഐറ്റം. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 680 രൂപയാണ് വില നമ്മൾ വന്നിരുന്നത്. അപ്പോൾ ചെറിയൊരു ഓഫർ വന്നപ്പോൾ നമ്മൾ എടുത്തതാണ്. ഇതിൻ്റെ കറക്റ്റ് വില ഒരു പ്രൈസ് കൊടുത്തിരിക്കുന്നത് 1000 എത്രാണ്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫർ വന്നപ്പോൾ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഐറ്റം ഒന്നുമില്ല, ഇതിൻ്റെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഈ ഐറ്റം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫോൺ വെക്കാനുള്ള അവിടെ ഒരു ക്ലിപ്പ് കണ്ടല്ലോ, ഇതിങ്ങനെ വലിയുന്ന ടൈപ്പ് ഫോൺ വെക്കാനുള്ള ഒരു ക്ലിപ്പുണ്ട്, കൊള്ളാവച്ചുണ്ട്. പിന്നെ നമ്മുടെ ഇത് ഐറ്റം സംഭവം വെയിറ്റ് കുറവാണ് കേട്ടോ, വെയിറ്റ് ഒരുപാടില്ല, പിന്നെ ഇത് കവറേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, നമ്മൾ നോക്കിയിരുന്ന ഐറ്റം. പിന്നെ ഇതിനകത്ത് മറ്റേ വാട്ടർ ലെവലിൻ്റെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആണോ നമ്മളിത് വെക്കുന്നത് അല്ലെങ്കിൽ ഇതാണെന്നുള്ള അങ്ങനെ ഐറ്റം ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പം കൊള്ളാം, സംഭവം കൊള്ളാം. എന്താ ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ഇങ്ങനെ പൊക്കാനും താത്താനായിട്ടുള്ള ലോക്ക് ഉണ്ടല്ലോ. ഫോൺ വെക്കാനുള്ള ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ ഇത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മളിത് ആദ്യം നമ്മളൊന്ന് ഫിറ്റ് ചെയ്യാം നമുക്ക് ഈ സാധനം. ഓക്കെ കുറേ തിരിയണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ലോക്കുണ്ട് കേട്ടോ, ഇതിൻ്റെ അടിയിൽ ഇത് കണ്ടോ, അടിയിലൊരു ലോക്കുണ്ട്, നമ്മൾ കണ്ടില്ല. അപ്പോൾ അടിയിലെ ലോക്ക് വെച്ചിട്ട് വേണം ഇത് ലോക്ക് ആക്കാനായിട്ട്. അപ്പം ഓക്കെയാണ്. അപ്പോൾ ഈ സംഭവം ലോക്കായി. അപ്പോൾ അറിയാലോ ഇവിടെ ഒരു ലോക്കുണ്ട്, ഇത് നമുക്കറിയാം, ഇത് അങ്ങോട്ട് ഈ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ള ലോക്ക്. അതുപോലെ തന്നെ അടിയിലൊരു ലോക്കുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഈ ലോക്ക് ഇത് കണ്ടോ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിക്കാം. അപ്പോൾ അതിനുള്ള ലോക്കാണ് ഈ സൈഡിലുള്ള ലോക്ക്. അപ്പോൾ അതാണ് 3 വേ ഡയറക്ഷനിൽ. ഒന്ന് ഇതുണ്ട്, പിന്നെ ഇതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അടിയിൽ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 ഡയറക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം ഇനി എന്തോരം ഉണ്ടെന്നുള്ളത്. ഇതുണ്ടല്ലോ 3, 2, 3, 4, 1, 2, 3, 4
4 ലെഗാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ വലിയ ഇതൊന്നുമില്ല. എന്താ പറയുക, അലൂമിനിയാണ് ഐറ്റം. അപ്പം കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണിത്. ഇപ്പം ഈ ലോക്കൊക്കെ ഇടാൻ നേരത്തെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. എന്താ പറയുക, പ്ലാസ്റ്റിക് ഒന്നും അത്ര ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല ഐറ്റം കണ്ടിട്ട്. അപ്പോൾ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതാണ് സംഭവം. അപ്പം ഇതാണ്, കണ്ടല്ലോ നമ്മുടെ ഐറ്റം ഇതാണ്. അപ്പം എനിക്ക് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല ഈ ഐറ്റത്തിൽ. അപ്പം എന്താ വെച്ചാൽ ബലം കുറവാണ്, കാലിൻ്റെയൊക്കെ ഒരു കനം കണ്ടല്ലോ, ഒരു എന്താ പറയുക ഒരു ശക്തി പോരാ ഐറ്റത്തിന്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോണെന്ന് വെച്ച് എന്തായാലും നമ്മൾ മേടിച്ചാണെങ്കിൽ യൂസ് ചെയ്യണം ഇത് നമുക്ക്. അപ്പോൾ നമുക്കൊരു ഫോണിൻ്റെ അകത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് കണ്ടല്ലോ, ഇതാണ് ക്ലിപ്പ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫോണൊക്കെ സേഫ്റ്റിയാണ്, സംഭവം കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടല്ലോ, ഒന്ന് ഇത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, ഈ ഒരു ഡയറക്ഷൻ വരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതാണ് ഒരു ഡയറക്ഷൻ. അപ്പോൾ അത് നമുക്ക് ലോക്ക് ചെയ്യാം. പിന്നെ ഒരു ഡയറക്ഷൻ ഈ ഹാൻഡിലാണ് വരുന്നത്, ഈ ഒരു ഹാൻഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ എന്താ പറയുക ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് മുകളിലോട്ടും അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ. പിന്നെ ഉള്ളത് ഒരു ലോക്ക് ഇതാണ്, ഇതാണ് ഒരു ലോക്ക് ഈ കാണുന്നത് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് റൊട്ടേഷൻ വരും. ഉണ്ടല്ലോ, ഫുൾ റൊട്ടേഷൻ അടിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല സംഭവം. എന്തായാലും എന്താ പറയുക, നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു ട്രൈപോഡാണ് സംഭവം. ട്രൈപോഡിൻ്റെ പേര് അറിയാലോ, 3110, അതാണ് ട്രൈപോഡിൻ്റെ പേര്, ട്രൈപോഡ് 3110. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. ഇത് എന്താ പറയുക, ഒരു സ്പോൺസർ വീഡിയോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു ഐറ്റമാണ് ഇത്. ഞാൻ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇനി ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മേടിച്ചതേ ഉള്ളൂ, അൺബോക്സ് ചെയ്തതേ ഉള്ളൂ. അപ്പം എന്താ പറയുക, കുറച്ചുകൂടെ റിവ്യൂ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്നുള്ളത് കൂടി. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സാധനം കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്ലി ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്, വെയിറ്റ്ലെസ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പം എന്താ പറയുക, അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും